ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. തമിഴ് അക്ഷരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ക്ലാസ്സാണിത്. ആദ്യം നമ്മൾ ഉയിരെഴുത്തുക്കളെക്കുറിച്ച് പഠിച്ചു. അതായത് അ, ആ, ഇ, ഈ, ഉ, ഊ, എ. പിന്നെ നമ്മൾ ഉയർമേയ എഴുത്തുക്കളെക്കുറിച്ചാണ് പഠിച്ചത്. അതായത് കാങ്ങ, ചാഞ്ഞ, ഡാണ, താന്ന, പാമ, അങ്ങനെ നമ്മൾ ഉയർമേയ എഴുത്തുക്കളെക്കുറിച്ച് പഠിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ മെയ്യെഴുത്തുക്കളെക്കുറിച്ചാണ് പഠിച്ചത്. അതായത് ഇക്ക്, ഇങ്ക്, ഇച്ച്, ഇഞ്ഞ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാക്ക കീക്കി ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തമിഴിൽ കാക്ക കീക്കി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമുക്കതൊരു പട്ടിക പോലെ പഠിക്കാം. അതാകുമ്പോൾ ഉയിരെഴുത്തുക്കളും ഉയർമെയ് എഴുത്തുക്കളും മെയ്യെഴുത്തുക്കളും എല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പട്ടിക പോലെ പഠിക്കാനാണെങ്കിൽ നമ്മളിതാ ഉയിരെഴുത്തുക്കളെയാണ് എഴുതിയിരിക്കുന്നത് ആദ്യം. അതായത് അ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഐ, ഓ, ഔ, അക്ക്. ഇത്ര അക്ഷരങ്ങളാണ് തമിഴ് അക്ഷരങ്ങളിൽ ഉയിരെഴുത്തുക്കൾ, അതായത് സ്വരാക്ഷരങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് കാക്ക കീക്കി എഴുതുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക എഴുതാം. ക നമുക്ക് അറിയാം എഴുതാൻ. ക അതാ ഇങ്ങനെയാണ് എഴുതുന്നത്. കായുടെ അടുത്ത് ഇതേപോലെ ഒരു അടയാളം ഇടുമ്പോൾ കാന്നായി. അടുത്ത് കീ. നമ്മൾ സാധാ എഴുതുന്നതിനെ പോലെ തന്നെയാണ്, മലയാളം എഴുതുന്ന പോലെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. കീ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു ചുഴുപ്പ്. അടുത്ത് നമുക്ക് കൂ എഴുതാം. കൂ ഇതാ ഇങ്ങനെയാണ്. കൂ ഇങ്ങനെ എഴുതുന്നുണ്ട്. മനസ്സിലായോ? ആദ്യം കാ എഴുതിയതിന് ശേഷം ഇതാ ഇങ്ങനെ കൂ. അടുത്ത് കെ സാധാ നമ്മൾ മലയാളം എഴുതുന്ന പോലെയാണ്. കേ. അടുത്ത് കൈ എന്ന് എഴുതുമ്പോൾ ഇങ്ങനത്തെ അടയാളമാണ് കൂടെ ചേർക്കേണ്ടത്. കൈ. അടുത്ത് കോ. അടുത്ത് കൗ എഴുതുന്നത് ഇങ്ങനെയാണ്. കൗ. അടുത്ത് അക്ക് എന്നുള്ള അടുത്ത് നമുക്ക് ഇക്ക്, കായുടെ മുകളിലൊരു പുള്ളി. നമ്മൾ മലയാളത്തിൽ ചന്ദ്രക്കല ഇടുമല്ലോ, ക്ക് എന്നൊക്കെ കാ എന്ന് എഴുതിയിട്ട് മുകളിൽ ചന്ദ്രക്കല വരുന്നിടത്തും നമ്മൾ ഇങ്ങനെ മുകളിൽ പുള്ളി ഇട്ടാണ്. അത് നമ്മൾ വാക്കുകൾ ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ഇത് ഉയിരെഴുത്തുക്കൾ വന്നു. പിന്നെ മെയ്യെഴുത്തുക്കൾ ഈ ഭാഗത്ത് വരും. അതായത് നമ്മൾ പഠിച്ച ഇക്ക്, ഇങ്ക്, ഇച്ച്, ഇഞ്ഞ് അങ്ങനെ വരും. ഇത് മെയ്യെഴുത്തുക്കൾ. ഇവിടെ മെയ്യെഴുത്തുക്കൾ വരും. കാ, ങ, ച, ഞ. ഉയർമെയ്യെഴുത്തുക്കൾ കാങ്ങ, ചാഞ്ഞ ഇവിടെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പട്ടിക പഠിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഉള്ള അക്ഷരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.